നമസ്കാരം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പദവികളിൽ ചർച്ച സജീവമാക്കി ബിജെപി. 2 കേന്ദ്രമന്ത്രിമാരടക്കം 10 എംപിമാർ രാജിവെച്ചു. കേന്ദ്രമന്ത്രിസഭയിലും അഴിച്ചുപണിക്ക് സാധ്യത. വയനാട് എരുമക്കൊല്ലി GUP സ്കൂളിലെ കുട്ടികൾക്ക് തുണയായി കേരള വിഷൻ ന്യൂസ്. ജീപ്പ് സർവീസ് മുടങ്ങിയതിനാൽ പഠനം മുടങ്ങിയ വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിച്ചു. വാഹന സൗകര്യം ഏർപ്പെടുത്തിയത് മേപ്പാടി ഗ്രാമപഞ്ചായത്ത്. തിരുവനന്തപുരത്ത് വനിതാ ഡോക്ടറുടെ ആത്മഹത്യയിൽ അന്വേഷണം പുരോഗമിക്കുന്നു. റിപ്പോർട്ട് നൽകാൻ വനിതാ ശിശുക്ഷേമ ഡയറക്ടർക്ക് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. ഷഹനയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ സ്ത്രീധനമെന്ന് നിഗമനത്തിൽ പോലീസ്. നവകേരള സദസ്സിനായി വീണ്ടും മതിൽ പൊളിച്ചു. പെരുമ്പാവൂർ സർക്കാർ ബോയ്സ് സ്കൂളിന്റെ മതിൽ പൊളിച്ചത് വഴിയൊരുക്കാൻ. സ്ഥലത്ത് പ്രതിഷേധിച്ച് കോൺഗ്രസ്. നവകേരള സദസ്സ് നാളെ എറണാകുളം ജില്ലയിൽ. കോഴിക്കോട് ഫറൂഖ് കോളേജിനെതിരെ സംവിധായകൻ ജിയോ ബേബി നിയമ നടപടിക്ക്. ഫിലിം ക്ലബ് സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നും ഒഴിവാക്കിയെന്ന് ആരോപണം. ജിയോ ബേബിയുടെ നിലപാടുകൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരെന്ന വിദ്യാർത്ഥി യൂണിയൻ. ഇംഗ്ലണ്ടിനെതിരായ വനിതാ T20 പരമ്പരയിൽ പ്രതീക്ഷയോടെ ഇന്ത്യ. മത്സരം രാത്രി 7:30 മുംബൈയിൽ. മലയാളി താരം മിന്നുമണി ടീമിൽ. വാർത്തകൾ വിശദമായി നോക്കാം. മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാക്കി ബിജെപി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെ 2 കേന്ദ്രമന്ത്രിമാരടക്കം 10 ബിജെപി എംപിമാർ രാജിവെച്ചു. നരേന്ദ്ര സിംഗ് തോമർ, പ്രഹ്ലാദ് പട്ടേൽ എന്നിവരാണ്